ഹലോ സുഹൃത്തുക്കളെ, നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനാണ് കേട്ടോ. അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അച്ഛൻ ഡ്രൈവറാണ്. അച്ഛൻ്റെ കൂടെ വണ്ടി ഫീൽഡിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ആളുടെ ഒരു ചെറിയ ഒരു സഹായത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇതാ ഈ ഒരു അവസ്ഥ, അതായത് ഒരു 3 വർഷമായിട്ട് ചേട്ടന് പറ്റിയത് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് വിവരിച്ചേട്ടാ. നടക്കാൻ പറ്റുമോ? അതോ ഇവിടെ ഇരിക്കണോ? എന്നാൽ എനിക്ക് ഇരുന്ന് സംസാരിക്കാം. എനിക്ക് സ്റ്റാർട്ടിങ് നടുവേദനയായിരുന്നു. നടുവേദന കൊണ്ട് ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് വന്നു കഴിഞ്ഞ് വീട്ടിലിരിപ്പായി. വീട്ടിലിരിപ്പായി നടക്കാൻ ഒട്ടും കൈയുടെയും കാലിൻ്റെ ഒക്കെ സ്വാധീനം കുറവുണ്ടല്ലയോ? ശകലം വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൈയൊക്കെ ആകെ ഇതായിട്ടിരിക്കുക ആണല്ലേ. നടക്കാൻ ഒട്ടും പറ്റാത്ത. അച്ഛൻ്റെ കൂടെ വണ്ടി ഫീൽഡിലുണ്ടായിരുന്ന ആളാണ്. അത് മാത്രമല്ല, വീട് പണിയൊക്കെ ഏകദേശം നല്ല രീതിയിലൊക്കെ വന്ന് ജീവിതമൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു അസുഖം നടുവിന് വേദന വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. നമുക്കറിയാം ഈ വീടിൻ്റെ അതായത് തറയിടാനുള്ള ടൈല് വരെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈലൊന്നും പിന്നെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയി. അത് മാത്രമല്ല, വീട് പണിക്കെടുത്തൊരു ലോണും ഉണ്ടില്ലേ, ലോണിന് എന്താണ് പറ്റിയത്? ഒരു 3 വർഷമായിട്ട് തിരിച്ചടവുകളൊന്നുമില്ലാതെ ജപ്തി നോട്ടീസ് വന്ന് ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പം ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഈ ചേട്ടനൊരു സഹായം, നിങ്ങളുടെ ഒരു സഹായം ആവശ്യമായിട്ടുണ്ട്. ഈ വോക്കറിന്റെ സഹായത്തോടെ അല്ലാതെ തീരെ നടക്കാനേ പറ്റത്തില്ല. ഭാര്യയും 2 മക്കളുമുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു നമ്മുടെ സുരേന്ദ്രൻ ചേട്ടന്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ ആർക്കാരും അറിയാം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ. എൻ്റെയൊക്കെ ഒരു വീട്ടിൽ അച്ഛൻ ഡ്രൈവറായിരുന്നു. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ മുളക് പൊടി, മല്ലിപ്പൊടി തൊട്ട് എല്ലാ സാധനങ്ങളും തീരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് ഒരു 3 വർഷത്തോളം കിടപ്പിലായി പോയേണ്ട ഒരവസ്ഥ വന്ന് മറ്റ് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. സാധാരണ ഒരു രീതിയിൽ വളർന്നു വന്ന ഏതൊരാൾക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം വന്ന് ചേട്ടനെ കാണുന്ന സമയത്ത് ഈ ഒരു പ്ലാസ്റ്റിക് കസേരയിലാണ് ചേട്ടൻ ഇരുന്നത്. അപ്പോൾ നടുവിന് പ്രശ്നമുള്ളതുകൊണ്ട് ഇച്ചിരി ചാരി ഇരിക്കാൻ വേണ്ടിയാണ് ഈ കസേര ഇരിക്കുന്നത്. ഞാൻ എന്നെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരു 3-4 തവണ ചേട്ടനെ ഈ കസേരയിൽ നിന്ന് ഇങ്ങനെ നിവർന്ന് മാറുന്നുണ്ടായിരുന്നു. കാരണം ഈ പ്ലാസ്റ്റിക് കസേരയാണ്ട് ഇത് നല്ലതായിട്ട് തെന്നി മാറുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട് പണി പൂർത്തിയാകുന്നൊരു സമയം പൂർത്തീകരിക്കാൻ പറ്റാതായിപ്പോയി. അത് മാത്രമല്ല, ആ സമയത്ത് തന്നെ അതിനുവേണ്ടി എടുത്ത ലോണ് ബാങ്കിൽ നിന്ന് അടയ്ക്കാനും പറ്റാതായി പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായി. ഇത് വീണ്ടും അദാലത്തൊക്കെ വിളിച്ചത് കേരള സർക്കാരിൻ്റെ വീണ്ടും അദാലത്തൊക്കെ ഈ അടുത്ത കാലത്തും വിളിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ചേട്ടനുള്ളത്. അപ്പം ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടി ഞാൻ ഈ നോട്ടീസ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ചേട്ടാ, ഇത് ചേട്ടനിപ്പം ഇങ്ങനെ സംഭവിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? 3 വർഷം തന്നെയായി. ഇപ്പം വേറെ മറ്റു മാർഗങ്ങളൊക്കെ നിലച്ചതിന് ശേഷം? ഒന്നുമില്ല. മോളാണെങ്കിൽ BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ട്രെയിനിങ് ആണ്. അപ്പോൾ അവിടുന്ന് വരുമാനങ്ങളൊന്നുമില്ല. അതും ചേട്ടൻ കടം മേടിച്ചും മറ്റോ പലരിൽ നിന്നും കടം മേടിച്ചും ഒക്കെയാണ്. പിന്നെ ഭാര്യ ഒരു വീട്ടു ജോലിക്ക് വേണ്ടി ആ ഒരു വരുമാനം ഇപ്പം അതിലും നിൽക്കാത്തൊരവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ, ഈ ചേട്ടൻ്റെ ഈ നടുവിൻ്റെ പ്രശ്നം പരിഹരിക്കാനേ നമുക്ക് കുറച്ചുകൂടെ നല്ല ചികിത്സയൊന്നും അല്ലെങ്കിൽ വേറെ നല്ല ഡോക്ടറെ കണ്ടിരുന്നോ? നല്ലൊരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറെ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇതുവരെ അങ്ങനെ കാണാൻ പോകാഞ്ഞ കാര്യം എന്താ? സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസിയോതെറാപ്പിയുടെ ഒരു കാര്യം ചേട്ടനെ ഞാൻ ചോദിച്ചിരുന്നില്ലേ, കൈയൊക്കെ ഒന്ന് നേരെയാൻ വേണ്ടി ഫിസിയോതെറാപ്പി നടുവിനും, അതെന്താ പിന്നെ തുടർന്ന് പോകാതെ? കണ്ടിന്യൂ അതും ഇത് തന്നെ സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഫിസിയോതെറാപ്പി 3 മാസം ഫിസിയോതെറാപ്പി ചെയ്താണ്. 3 മാസം അന്ന് മാറ്റം ഉണ്ടായിരുന്നല്ലേ? അന്ന് മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഇങ്ങോട്ട് വന്ന് തന്നെ ബുദ്ധിമുട്ടായി. 3 മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്താണ്. പക്ഷേ വീണ്ടും ചേട്ടൻ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതായപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടന്. അത് മാത്രമല്ല, ഓട്ടോ കൂലി ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുമ്പോഴും ഇവിടെ ഒരാൾ വന്ന് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ പോലും ഒരു ചേട്ടനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു റേറ്റ് ആയി പോകുന്നതുകൊണ്ട് ചേട്ടൻ്റെ ഫിസിയോതെറാപ്പിയൊക്കെ അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. അതുകൂടാതെ കൂടുതലായിട്ട്, അതായത് ഈ നടുവേദനയുടെ കാരണം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിനൊരു സ്പെഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാനും വേണ്ടി മുൻപോട്ട് പോകാനുള്ളൊരു നിലവിലുള്ളൊരവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് ചേട്ടന് ഈ ഒരു ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖം ഉള്ളെന്ന് പറഞ്ഞിരുന്നു. ഉള്ളെന്ന് പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ അത് സമയമെടുക്കും.
സമയമെടുക്കുമെന്നാണ്. അതിനായിട്ട് കുറേ പൈസയുടെ ചിലവുകളുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ വീട്ടിലോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ബൈക്ക് മാത്രം കടന്നു വരുന്ന ഒരു വഴിയാണ്. ഇതുവഴി ഈ ചേട്ടന് ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്ററോളം ഉണ്ട് നമ്മുടെ മെയിൻ റോഡിലോട്ട്, ഒരു ഓട്ടോ വരുന്ന റോഡിലേക്ക് ഇറങ്ങാൻ ഒരു 100 മീറ്ററോളം ഉണ്ട്. അവിടെ വരെ ചേട്ടനെ കൊണ്ട് പോകാനും തിരിച്ചു വരാനും ചേട്ടൻ്റെ ഭാര്യയെ മാത്രമാണ് സഹായത്തിനായിട്ടുള്ളത്. കൂടാതെ 2 മക്കൾ, അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പം അവിടുന്ന് വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നേ ബുദ്ധിമുട്ടിലാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം നമ്മൾ ചേട്ടന് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മളെയും കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു സഹായത്തിനപ്പുറത്തേക്കൊരു സഹായം നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഫിഷിംഗ് വീഡിയോസാണ് ചെയ്യാറുള്ളതെങ്കിൽ പോലും ചേട്ടന് വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിക്കുന്നത്. അച്ഛൻ്റെ ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ എനിക്ക് വളരെ എപ്പോഴും വീട്ടിൽ വരികയും വീട്ടിൽ സഹകരിക്കുകയൊക്കെ നല്ലതായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം ആയെങ്കിൽ പോലും നമ്മൾ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായം എത്തിക്കുക. അത് മാത്രമല്ല ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും വിളിച്ചു ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ്റെ നമ്പറും കൊടുത്തിരിക്കാം. ചേട്ടനെ വിളിച്ച് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനം എടുക്കാം, ഇല്ലേ? ഇപ്പം സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുക. നമ്മൾ കയറി വരുമ്പം തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്ലംബിംഗ് പൈപ്പുകളും കുറച്ച് പൊട്ടിക്കാത്ത ടൈൽ പാക്കറ്റുകളും ഒക്കെ ഇരിക്കുന്ന കാഴ്ചയാണ്. 4 വർഷം മുമ്പ് വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഈ പണി തീരാത്ത ബാത്റൂമൊക്കെ നിങ്ങൾക്ക് കാണാം. കയറി വരുന്ന ഹാളിൽ തന്നെ ഉള്ളൊരു കാഴ്ചയാണ്. സ്റ്റെയറുകളിലൊന്നും ടൈലിട്ടിട്ടില്ല. പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയും ചേട്ടൻ്റെ കഠിനാധ്വാനം കൊണ്ടും നല്ലൊരു സ്വപ്നം യാഥാർത്ഥ്യമായി വന്നായിരുന്നു. ആ സമയത്താണ് കണ്ടോ കുട്ടിക്കകത്ത് ടൈൽ പാക്കറ്റ് കണ്ടോ, ആ ഒരു സമയത്താണ് ഒരു വില്ലനെ പോലെ ചേട്ടൻ ഈ ഒരു നടുവേദന, ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം നടുവേദന എത്രത്തോളം ഡ്രൈവിംഗ് മേഖലയെ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ചേട്ടന് കട്ടിലിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. ചേട്ടാ, അപ്പം ചേട്ടൻ്റെ ഒരു സ്വപ്നമായ വീട്, അതായത് ഈ ഒരു ലോൺ എടുത്ത സമയത്ത് ചേട്ടൻ അത് തിരിച്ചടച്ച് പൂർത്തിയാക്കാമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ എടുത്തേ? അതെ. അപ്പം അത് കഴിഞ്ഞ് ചേട്ടൻ അധികം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ചേട്ടൻ ഇടയ്ക്ക് സംസാരിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു കഠിനാധ്വാനം കൊണ്ട് ആ ലോൺ തിരിച്ചടയ്ക്കാം എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ ചേട്ടൻ ലോൺ എടുത്തത്. അതിനുശേഷം ഇങ്ങനൊരു അസുഖം ബാധിച്ചപ്പം ആർക്കായാലും അറിയാം അങ്ങനൊരു അവസ്ഥയിലോട്ട് ആയിപ്പോയി. അപ്പം ഇപ്പോൾ ഈ ചെറിയ വീടിൻ്റെ ഈ ഹാളും ആ ഒരു റൂമും കൊണ്ട് മാത്രമായിട്ട് ചേട്ടൻ 3 വർഷമായിട്ട് കഴിച്ചു കൂട്ടുകയാണ്. 2 മക്കളുടെ വിദ്യാഭ്യാസം, അതുകൂടാതെ ദൈനംദിന ചിലവുകൾ, അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ അവസ്ഥ എന്നെ കൊണ്ട് വിവരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും ഞാൻ നിങ്ങളിലേക്ക് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ചെറിയ ഒരു സഹായമെങ്കിലും ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. അതിലേക്കൊന്ന് എത്തിക്കാൻ ഒരു സഹായമായിട്ട് നിങ്ങൾ എത്തിക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാൻ കഴിയാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളൊരു ഷെയർ ചെയ്ത് മറ്റുള്ളവർ സഹായിക്കാൻ ശക്തിയുള്ള ആളുകളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സഹായിക്കുക. അപ്പം ചേട്ടന് ദൈവം സഹായിച്ച എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സഹായിക്കുമെന്ന് നമ്മൾ കരുതുന്നു. കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സ കിട്ടിയാൽ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ പഴയതുപോലെ തന്നെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന് നമ്മളൊരു വിശ്വാസമുണ്ട്. അതുമാത്രമല്ല, ഫിസിയോതെറാപ്പിയും വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാവുന്നൊരു വിശ്വാസവും നമ്മുടെ സുരേന്ദ്രനുണ്ട്. അപ്പം നിങ്ങളും കൂടി ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുരേന്ദ്രനെ നമ്മൾ പഴയതുപോലെ ആക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ ചേട്ടൻ്റെ ഗൂഗിൾ പേ നമ്പരും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും നമ്മളെ വീഡിയോയിൽ കൊടുത്തിരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുള്ള വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ്റെ നമ്പർ തന്നെ, ഗൂഗിൾ പേ നമ്പർ സുരേന്ദ്രൻ്റെ നമ്പർ തന്നെയല്ലേ, അപ്പോൾ ആ നമ്പറിൽ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ സഹായം കിട്ടുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.